ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റ് ആയാലോ? വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കും. ഞാൻ ഓൾറെഡി ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവോള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കണം. ഞാനിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയ. അപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി വേണം. അതായത് ഞാൻ ഇതിലിനി പെപ്പർ അതായത് കുരുമുളക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് ഗരം മസാല പൊടി വേണം, അതായത് കറി മസാല പൊടി വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്, മുഴുവനോടെയുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ച് വെക്കണം. ഇതും കൂടെ നമുക്ക് ഈ ഞണ്ട് റോസ്റ്റിൽ ചേർക്കാനുള്ളതാണ്. നമുക്കിനി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴന്നു വരട്ടെ. മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്നു വരണം. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒക്കെ നല്ലതുപോലെ മൂത്ത ശേഷം തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഞണ്ടും മസാലയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഞണ്ടിൽ നിന്ന് തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റിലധികമായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞണ്ടൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ പെരിഞ്ജീരകം ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചതച്ചെടുത്ത പെരിഞ്ജീരകവും അതുപോലെ കുരുമുളകും ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഞണ്ടിൻ്റെ എരിവ് നോക്കണം. അതല്ലെങ്കിൽ ഒരുപാട് എരിവായിപ്പോൾ ഒട്ടും കഴിക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ഞണ്ടാണ്, ചുണ്ടൊക്കെ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.